ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സൂറിക്കിലോട്ടാണ്. സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് നമ്മൾ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് നോ നമ്മളുള്ളത് റാവൻസ്ബർഗിലാണ്, ജർമ്മനിയിൽ. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറത്തെ യാത്രയാണ് സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങോട്ട് പോകാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് അഞ്ചു അയർലൻഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അഞ്ചിനെ പിക്ക് ചെയ്യാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നമുക്ക് സൂറിക് കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ വണ്ടി MGയുടെ HS, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലൻ വണ്ടിയാണ്. ഞാൻ ഇറ്റലിയിൽ നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് അറിഞ്ഞിട്ട് പോലുമില്ല, അത്ര കിടിലൻ വണ്ടിയാണ്. സൂപ്പർ. അതിൻ്റെ ലക്ഷറി വേർഷനാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ടി. ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈൻകാർട്ടിൻ്റെ ഒരു മാർക്കറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഭയങ്കര സൗകര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനടുത്ത് തന്നെ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഈ ഇടയ്ക്ക്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വീട് ഇവിടെയാണ്, ഇതിനകത്താണ് വീട്. നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് ചക്കുവിൻ്റെ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ മാർക്കറ്റ് ഇവൻ ടൗണിനുള്ളിലാണ്. ആക്ച്വലി എല്ലാ വെനസ്ഡേ ഉള്ളൊരു മാർക്കറ്റാണ് ഇത്. എല്ലാ വെനസ്ഡേയും വരുന്ന നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയുന്ന മാതിരി വെജിറ്റബിൾ, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. കിട്ടാത്ത വിലയാണ്. ഞാൻ ആ പഴത്തിൻ്റെ വില നോക്കി, 1 കിലോയ്ക്ക് 5 യൂറോ. 5 യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് 25 റിയാലോ 1 കിലോ പഴം. നമ്മളിവിടെ 4 റിയാലിന് കിട്ടുന്ന സാധനം, കുടിഞ്ഞ വില. നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ സമയം 8:30. I will go for this. Ein belegtes, also zweimal die mit Käse drauf, dieses Brotchen, bitte, und കേക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ഷുഗർ വന്ന് ചാവുമെന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരു ഇഡലിയും ദോശയൊക്കെ കഴിക്കണമല്ലോ, എപ്പോൾ കഴിക്കാനാവുമോ ആലോചിച്ച് നോക്കി. യൂറോപ്യൻസ് ആകെ പിടിച്ചു നിൽക്കുന്ന ഇവരുടെ പെർഫെക്ഷൻ കാരണം. ഇവരുടെ പെർഫെക്ഷനും ഉണ്ട്, പിന്നെ ഇവന്മാരുടെ പിതാമഹന്മാരിട്ട ബേസ് ഉണ്ടടാ. ഇവന്മാരുടെ ഉണ്ട് ജനറേഷൻ ഇട്ട ബേസ് ഉണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ഇവിടെ ഇത്രയും യൂറോപ്പില് ഇപ്പം ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടാക്കിയതല്ല ഇവിടുത്തെ, എന്താ പറയുക, ഈ പറയുന്ന റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും, ഈ ടണൽസ് ഒന്നും. അതൊക്കെ എന്ന് പറയുന്നത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടാ. നമ്മളും ഇവരും തമ്മിലുള്ള ഏറ്റവും വലിയ അമ്മ ഇത് ഹൈവേ അമ്മേനിയും അല്ലടാ, ഇത് ഇവിടെ എന്തോ റോഡ് ക്ലോഷർ ഉണ്ട്. അപ്പം ആ ഒരു വലിയ ഇതുണ്ട് ഇവന്മാര്. പക്ഷേ വണ്ടി വരുന്നില്ല, ലെഫ്റ്റിലോട്ട് നിന്നോ, അത് ലാസ്റ്റ് വരെ നിക്കണ്ട. അതാ ഞാൻ പറഞ്ഞേ. ഇവന്മാര് പക്ഷെ ബേസിക്കലി ലേസിയാ. ഇവര് ലേസിയാ, പക്ഷെ ഇവര് ഭയങ്കര പെർഫെക്ഷന്റെ ആൾക്കാരാ. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടില് ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കും. പക്ഷെ നമ്മൾ വിചാരിക്കില്ല ഇത് എങ്ങനെ പെർഫെക്റ്റ് ആക്കണമെന്ന്. എന്ന് വെച്ചാൽ 100% എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടും കോമയും പോലും മാറാത്ത അത്രയും പെർഫെക്ഷൻ ഉണ്ട് ഇവർക്ക്. അത് ജപ്പാനീസിനില്ലേ? ഇല്ല, അത് ഇവർക്ക് അത് ഭയങ്കര. അതിപ്പോ ഇവരുണ്ടാക്കുന്ന മെഷീൻസ് കണ്ടാൽ മനസ്സിലാവും. ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് ഓവറായിട്ട് എഞ്ചിനീയർ ചെയ്യുന്നത് ഭയങ്കര കോംപ്ലക്സ്. കാരണം അത് അങ്ങനെ നോക്കി നോക്കി ഇത് ഇനി എങ്ങനെ ശരിയാക്കാം, ഇത് ഇനി എങ്ങനെ ശരി. ഇവര് സാറ്റിസ്ഫൈഡ് അല്ല ഒന്നിലും, അപ്പം കൂടുതലും നല്ല റിസൾട്ട്സ് ഉണ്ടാക്കും. ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു ഇതോടെ ഒന്ന് മാറിയാണ്ടല്ലോ. ഒരു ഇവിടെ ഇപ്പൊ നമ്മള് വലിയ വലിയ സിറ്റീസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നൈസാ. കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് ജർമ്മനിയില്, ഗ്രോസ്റ്റാഡ് ലോയിറ്റയും ഈ ക്ലൈൻസ്റ്റാറ്റ്. നമ്മളൊക്കെ ക്ലൈൻസ്റ്റാറ്റ് എന്ന് വെച്ചാൽ റിസർവ്ഡ് ആൾക്കാരുടെ സ്ഥലത്താണ് നമ്മള് നിൽക്കുന്നത്. പക്ഷെ ഗ്രോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂസൽഡോർഫ്, മ്യൂണിക്, ബെർലിനിലൊക്കെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാ. ഇപ്പൊ ഐമനൊക്കെ കണ്ടില്ലേ, ഐമനൊക്കെ ഭയങ്കര ചില്ല. കാരണം അത് അയാള് വലിയ സ്ഥലത്തു നിന്നാണ്. അവര് കൊറേ ഇന്റർനാഷണൽസിനെ കാണുന്നുണ്ട്. നമ്മളൊരു പൂന്തോട്ടത്തിൽ കൂടെ പോകുന്ന ഫീലിംഗ് ഇല്ലേ? ഇത് സാധാരണ പബ്ലിക് റോഡാണ്, പക്ഷെ 2 സൈഡിലും പൂക്കൾ ഇങ്ങനെ ഇല പൊഴിഞ്ഞ് നിൽക്കുക. ഈ സീസൺ എന്താ പറയുന്നത്? ഓട്ടം. നമ്മൾ ഓട്ടത്തിലാണ്. ഇവിടെ സീസണും ഓട്ടമാണ്. ഫോൾ സീസൺ.
ബാദൻ ബാദൻ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാ. നിന്റെ ആ പ്രോജക്റ്റ് നടക്കുന്ന അവിടെ അല്ലേ? എല്ലാം കത്ത് നിൽക്കുവാണ് ഇവിടെ. എല്ലാം കട്ട് എടുത്തില്ലെങ്കിലേ പെട്ടു ആണോ? വെള്ളത്തില്ല, മറ്റേത് ഈ കുഞ്ഞി കുഞ്ഞി കുഞ്ഞി. ആ റൈറ്റ് സൈഡിൽ കാണുന്നൊക്കെ ആപ്പിളാണോടാ? ആ തോന്നുന്നു. ആപ്പിളിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അതെല്ലാം ഇനി അവർ വെട്ടിക്കളയും. ഇതെല്ലാം വെട്ടിക്കളയും. എല്ലാം ഇനി ഇതാ ഇപ്പൊ എല്ലാം പൊഴിയും. ഫാസ്റ്റസ്റ്റ് റൂട്ട് വേണമെന്ന് വേണ്ടെന്ന് പറഞ്ഞു. എന്താ രസമാണ് കാണാൻ. പാവം കഷ്ടമുണ്ട്, അതിന്റെ എല്ലാം മുഴുവൻ പോവല്ലേ. പക്ഷെ അതിന് ജീവിക്കാൻ വേണ്ടിയാ. ഇനിയും പുതു ഉണർവോടുകൂടി തിരിച്ചു വരാൻ. അത് നിന്ന് അതിന്റെ ജീവിതം തീർന്നു. തീർന്നു. 1 കിലോമീറ്റർ ഒരു റൈറ്റ് വരുവേ. ഓക്കെ. ഞങ്ങൾ വന്ന വഴി മുഴുവൻ പെട്ടെന്ന്. ആ എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ. ഇവിടെ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത്. അഞ്ചൊപ്പം വന്നിട്ട് ഇവിടുന്ന് ഒന്ന് അയർലൻഡിൽ നിന്ന് സൂറത്തിലോട്ട് പോവാണ്. എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഫോൺ വിളിക്കുക. ജോലിയുണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ ആ ഒരു കോസ്റ്റൽ ഏരിയ കൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അതിമനോഹരമായ റൂട്ടിൽ കൂടെ ആ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഡ്രൈവ് ചെയ്ത് നേരെ സൂറിക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇവിടുത്തെ നാട്ടുകാര്യങ്ങളും ഇവിടുത്തെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ചക്കുമായിട്ട് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് വളരെ റിലാക്സ് ആയിട്ട്. കാര്യം ഇപ്പം അഞ്ചു അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറുന്നേ ഉള്ളൂ. ഞങ്ങൾ അവിടോട്ട് ചെല്ലുന്ന സമയത്തേക്ക് 5 ഇവിടെ ലാൻഡ് ആകത്തുള്ളൂ. ഏതാണ്ട് 1 hour and 20 minutes എന്തോ ഫ്ലൈ ആണ് എയർലൈനിൽ നിന്ന് സൂറിക്ക്. നമ്മളും ഏതാണ്ട് ആ സമയത്ത് അവിടെ എത്തും. ചിലപ്പോൾ നമ്മൾ നേരത്തെ എത്തും. അത് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ചെന്നാൽ മതി. അതാണ് നമ്മളുടെ പ്ലാൻ. ഇനിയിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷനിൽ നമുക്ക് വന്നിട്ട് പെട്രോൾ അടിക്കണം, ഒന്ന് ഫ്രഷ് ആവുകയും വേണം. അത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി പോവാണ്. നമ്മളിവിടെ ഞങ്ങളുടെ നീക്കി നിർത്തണം. നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ കയറിയതാ. ഞങ്ങളുടെ നീക്കി നിർത്തണം. ഏതാ അടിക്കുന്നത്? ഈ 5 ആണല്ലോ, അതോ ഈ 10 അത് രണ്ടിൽ ഏതെല്ലാം അടിക്കാന്ന് പറഞ്ഞു. കുറവുള്ളതാ. കുറവുള്ളതാ നോക്കട്ടെ. ഓഫ് ചെയ്തിട്ടാ വേണ്ട. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ 1 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 1.7 യൂറോ. നമ്മളതിൻ്റെ എക്സാക്ട്ലി 50 യൂറോയ്ക്ക് പെട്രോൾ അടിച്ചു. ഓൾമോസ്റ്റ് ഫുള്ളെന്ന് വേണേൽ പറയാം. അതിനുശേഷം ജസ്റ്റ് അവിടെ പേ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അതിനുള്ളിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നിന്ന് മാൽപെൻസ എയർപോർട്ടിൽ നിന്ന് സൂറിക്കിൽ എത്തി. സൂറിക്കിൽ നിന്ന് റാവൻസ്ബർഗ് ജർമ്മനിയിൽ എത്തിയപ്പോൾ നമ്മുടെ ടോട്ടൽ പെട്രോൾ നമുക്ക് ആയത് ഏതാണ്ട് 30 യൂറോയുടെ പെട്രോളാണ് ആയത്. 1.61 ആണ് E10-ൻ്റെ വില. നമ്മളത് അടിച്ചത് 1.62 യൂറോ. ഇതുപോലെ സിംഗിൾ റോഡിൽ വരുമ്പോൾ ഇതുപോലെ വലിയ വണ്ടികൾ നമ്മൾ മുന്നിൽ വന്ന് വിട്ട് നമ്മൾ ആകെപ്പാടെ കൊടുക്കും. അതൊരു പ്രശ്നമാണ് ഇവിടെ. ഇതെന്താ സംഭവം? ഇത് ഹലോവിൻ്റെ മത്തങ്ങ. ശരിയാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമല്ല, ഈ ടൈമിൽ നമ്മൾ ഒരിക്കൽ വരുമ്പോൾ ഇതുപോലെ മത്തങ്ങയല്ലേ അത്? വലിയ ആന മത്തങ്ങ അങ്ങനെ അവിടെ എല്ലായിടത്തും കൂന കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓ, ഇപ്പം ആ സീസണല്ലേ?
ഹലോവൻ. ചില ഭാഗങ്ങളിൽ ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സ്തൂപങ്ങളൊക്കെ നമുക്ക് കാണാം ഗ്രാമങ്ങളിൽ. മഴയാണ് മോനെ, എന്ത് ചെയ്യാം. യൂറോപ്പിൽ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്താൽ ആകെ പ്രശ്നമാണ്. നമുക്ക് വീഡിയോ എടുക്കാനോ കാണാനോ ഒക്കെ ഉള്ള ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോഴും ഭംഗി തന്നെയാണ്, പക്ഷെ 100% ഭംഗി ആസ്വദിക്കണേൽ മഴ പാടില്ല. നമ്മൾ അങ്ങനെ സൂറിക്കിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ അല്ലേ നിൽക്കണ്ടേ? അവിടെ നിൽക്കും. പാട്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. 18 കിലോമീറ്റർ എൻ്റെ പാട്ട് എടാ, ഞാനൊരു ഗായകനൊന്നും അല്ലെങ്കിൽ കൂടി ട്രൈ ചെയ്തു പാടാൻ, ഇത്രയേ ഉള്ളൂ. പറയുക നമ്മളങ്ങനെ സൂറിക് ലക്ഷ്യമാക്കി പോവാണ്. എയർപോർട്ട് അച്ഛന്റെ ഫാൻസ് 5 പിക്ക് ചെയ്യാൻ. അവിടെ സജീവങ്ങളൊക്കെ തട്ടിയോ എല്ലാരും? സജിയേടൻ എടാ ആസ്ഥാന ഗായകനാ, നീ വിചാരിക്കുന്ന കാര്യമല്ല. സകല കല വല്ലഭൻ. ഇപ്പം മിനി സൗദിയും കൂടെ ആയി, ഒരു സൗദി ആയി മാറി. ആണോ? പിന്നെ ഇപ്പം മറ്റേ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ സലാം അലൈക്കും വലൈക്കും അസ്സലാം റഹമത്തുള്ള മുബറക്കാത്തു എന്നൊക്കെ പഠിച്ചോണ്ടിരിക്കുക. ഇപ്പം വന്ന ഫ്ലിക്സ് ബസ് ഇതാ. നീ ഡബിൾ ഡെക്കലാണോ വന്നേ? ഈ ടൈപ്പ് ബസ്സിലല്ലേ വന്നേ? ഈ കമ്പനിയാ ഫ്ലിക്സ്. സൂറിക്ക് വരെ വരുന്നത് ഡബിൾ ഡെക്കർ ആണെങ്കിൽ ആണോ? ആ ഡബിൾ ഡെക്കർ. അവിടെ അങ്ങോട്ട് എനിക്ക് അറിയത്തില്ല. സൂറിക്ക് വരെ നമ്മളിപ്പോ സിറ്റിയിലെത്തിയോ സൂറിക്കില്? കീഫ് ലെഫ്റ്റ് നിന്നോ 4.25. നമ്മളങ്ങനെ സൂറിക് സിറ്റിയിലോട്ട് കയറി. നേരെ 4 കിലോമീറ്റർ. സൂറിക് സിറ്റി ഭയങ്കര കൺജസ്റ്റഡ് ആണ്. നല്ല പോസ്റ്റ് ആണ് കിട്ടിയത്. ഓൾമോസ്റ്റ് പോസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്നാൽ പോസ്റ്റ് മാത്രമല്ല, ഇപ്പം വെയിലും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി ഒരു ടണലിൽ. സൂറിക് സിറ്റിക്ക് സെൻട്രലിലുള്ള ഒരു ടണലായത്. ഇത് ഏത് റിവറാ? കനാല് പോലത്തെ സൂറിക്കിനുള്ളിൽ കൂടെ, സിറ്റിക്കുള്ളിൽ കൂടെ പോകുന്ന ഒരു ചെറിയൊരു കനാല്. ഇതാണ് ഫേമസ് സൂറിക് സിറ്റി, സ്വിറ്റ്സർലൻഡ്. മൊത്തം ഉണ്ടല്ലോ ട്രാമ ഇവിടെ, മൊത്തം ട്രാമാണ്. എങ്ങോട്ടാ? നേരെയാണോ? ഇതാണോ ലൊക്കേഷൻ? ഇതാ ലൊക്കേഷൻ തന്നെ. എൻ്റെ പൊന്നു മോനെ, ഇതുവഴി വണ്ടി ഓടിക്കുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ നോക്കുന്നില്ല, ഈ സൈഡിലാണെന്നുണ്ട് ട്രാം പോകുന്നു. നമ്മൾ വന്ന അതേ റോഡിൽ കൂടെ ആ ട്രാം വന്ന്. ഇവിടെ ഓടിക്കണേൽ വളരെ കറക്റ്റായ രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയണം. ഈ സൈഡ് നിൽക്കണോ? ഇതില്ലേടാ വേണ്ട. അവരൊന്നും നോക്കത്ത് പോലും ഇല്ല, അങ്ങ് നിർത്തിക്കോണം. അതാണ് നിയമം. ആ എല്ലാം പോയി. ഏത് വഴി പോണം? നേരെ നിർത്തിക്കും. ഒരു ഓട്ടെ. ഇനി ആ 2 ചേച്ചിമാരും ക്രോസ് ചെയ്യും. വേണ്ട, അങ്ങ് പൊക്കോട്ടെ അണ്ണച്ചി. പോകാൻ പറ്റത്തില്ല. ഇനി എടുത്തോ, അവര് പോയി കഴിഞ്ഞു. ഉറപ്പാണോ? ഇതിനകത്ത് ഓടിക്കാൻ ഒരു രസമില്ല കേട്ടോ. സൂറിക് സിറ്റി മൊത്തം ഡ്രാമ. വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇരട്ട ചങ്ക് വേണം. നമ്മളിപ്പോൾ ഉള്ളത് സൂറിക് സിറ്റിക്കുള്ളിലാണ്.
മണിക്കൂർ സഞ്ചരിക്കുന്നതിന് 3.9 സ്വിസ് ഫ്രാങ്ക്. സൗദി റിയാൽ പറയുകയാണെങ്കിൽ ഒരു 20 റിയാൽ 1 മണിക്കൂറത്തേക്ക്. അങ്ങനെ സൂറിക് സിറ്റിയിൽ കൂടെ നമ്മൾ ആ ട്രാഫിക്കിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഹൈവേ വഴി കയറി നമ്മൾ നേരെ എയർപോർട്ട് റോഡ് പിടിച്ച് എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലോട്ട് നമ്മൾ എത്തുവാണ്. നമ്മൾ വന്നിട്ട് സൂറിക് എയർപോർട്ടിലെ പാർക്കിങ്ങിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാം. അഞ്ജുവിനെ പിക്ക്. സൂറിക് സിറ്റി ഭയങ്കരം കൺജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു 10-50 ട്രാമും പോവും, അതിനിടയിൽ നമ്മളും പോകണം. ഭയങ്കര ടഫ് ഡ്രൈവിംഗ് ആണ് സൂറിക് സിറ്റിക്കുള്ളിൽ. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ആണ്. 4th ഫ്ലോർ ഉണ്ട് പാർക്കിംഗ്. ശരിക്കും പറഞ്ഞാൽ സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഉൾവശം കാണുന്നു. ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഞാൻ ഈ റൂട്ടിൽ കൂടെ ഫ്ലൈറ്റിൽ വന്നിട്ടില്ല. ഇപ്പം ബൈ റോഡിൽ വന്ന് എയർപോർട്ടിനകത്ത് വന്നിരിക്കുക എന്നെ പിക്ക് ചെയ്യാൻ. അത്യാവശ്യം വലിയ എയർപോർട്ടാണ് സൂറിക്. ഞാൻ ഇങ്ങനെ ചെല്ലാതെ കേട്ടോ, ചുമ്മാ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അറൈവലിലെത്തി. ഞങ്ങളെ നോക്കി കുന്തം വിഴുങ്ങി നിൽക്കുന്ന അഞ്ജുവിനെ നിങ്ങൾക്ക് കാണാം ഇവിടെ. ഞങ്ങളെങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു. അഞ്ജു ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്നില്ല. കുന്തം വിഴുങ്ങി കിട്ടി, ഇവിടെ കിട്ടി. അഞ്ചു കുറേ നേരമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇവിടെ നെറ്റും കിട്ടുന്നില്ല. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എയർപോർട്ട്. അവിടെ മൈഗ്രോസിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ വന്ന് അഞ്ജുവിനെ പിക്ക് ചെയ്തുകൊണ്ട് തിരികെ പോവാണ്. ദ ഫേമസ് ടിസോട്ട് സ്വിസ് മെയ്ഡാണ്. അതിൻ്റെ വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ കാണാം. പറഞ്ഞിട്ട് ആ ബ്രാൻഡും ഇവിടുത്തെ ഒരു ഐക്കോണിക് ബ്രാൻഡാണ് ആ നൈഫ്. നമ്മളിപ്പോൾ ഉള്ളത് സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ബാ, എങ്ങോട്ടോ? എവിടാ? സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഹയാത്ത് റീജൻസിയുടെ ഹോട്ടലുണ്ട് ഇവിടെ. സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പിസ്സ ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഇന്ത്യൻ മെനു ഒക്കെ ഉണ്ട്. ബീഫ് വിന്താലു, ചിക്കൻ ടിക്ക മസാല. ഓ അത് ശരി. ഇതിവിടുത്തെ ഫുഡ് കോർട്ടാണ്. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ എന്തോ മക്ഡൊണാൾഡ്സ് എന്തോ മേടിക്കാൻ വേണ്ടി നിൽക്കുക. ചേച്ചി അനിയത്തി ഇവിടെ നിൽപ്പുണ്ട്. ഞാനിപ്പം ഇനി ഇവിടുന്ന് വന്ന് ഒരു 2.5 hour ഡ്രൈവ് ചെയ്യണം ജർമ്മനിക്ക്. ഓൾറെഡി ഇവിടെ 2 സ്വിസ് ഫ്രാങ്കേ ഉള്ളൂ പാർക്കിംഗ് ഫീ. ഇത് 1 hour ആണെന്നാണ് തോന്നുന്നത്. നമ്മളേതായാലും ചെക്കൗട്ട് ചെയ്ത് അടിച്ചു. ഇനിയിപ്പോൾ അവന്മാർ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഔട്ടാക്കാൻ പറ്റുമോ അറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാൻ വന്നത്. നേരത്തെ നമ്മളങ്ങ് ഇറങ്ങിപ്പോയതാണ്. എന്നെ തിരിച്ച് കയറി വന്ന ഫുഡ് എന്നാലും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഇനി ഓൺ ദ വേയിൽ എവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഓൾറെഡി പാർക്കിങ്ങിൻ്റെ പേ ചെയ്തു. ഇനിയിപ്പോൾ അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് സിറ്റുവേഷൻ. അത്യാവശ്യം വലിയ എയർപോർട്ടാണ് സൂറിക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഞാനിപ്പം ഈ വരവിന് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ 5 വന്ന് ലാൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ വരാനും ഈ എയർപോർട്ടിൻ്റെ ഉൾവശവും ഔട്ട് സൈഡും ഒക്കെ കാണാനും പറ്റിയത്.
ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ ഫ്രണ്ട് ഏരിയ ഒന്നും ഞാൻ കവർ ചെയ്തില്ല. പിന്നെ അതുമല്ല അങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു എയർപോർട്ടാണ്. വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സിറ്റ് എൻട്രി എടുത്തില്ലെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. ഇറ്റലിയിലും ഇതേ അവസ്ഥയാണ്. സൂക്ഷിച്ച് നമ്മൾ കയറിയില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ അവിടെ 1 മണിക്കൂറത്തേക്ക് 10 യൂറോ അവർ ചാർജ് ചെയ്യുന്നത്, 1 മണിക്കൂറത്തേക്ക് കാർ പാർക്കിങ്ങിന്. സ്വിറ്റ്സർലൻഡ് പൊതുവെ തീവെട്ട് വിലയാണ്, തീവെട്ട് വില. ഇവിടെ 70% ഓഫാണ് കാണിക്കുന്നത്. എന്നാലും കാണും 110-120 യൂറോ ഈ ഗ്ലാസ്സിനൊക്കെ, അതായത് 500 റിയാൽ. ണ്ടോ നമ്മളങ്ങനെ വിടുവാണ് നേരെ ജർമ്മനി. ഞാനും ചക്കും ഇങ്ങനെ സൂറിക് എയർപോർട്ടിൽ കൂടെ പാർക്കിംഗ് ലക്ഷ്യമാക്കി പോകുന്നു. അഞ്ചുൻ്റെ സിസ്റ്റർ എന്താ മുന്നേ പോകുന്നു. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചോ? ആണോ? എന്റെ പേര് പറഞ്ഞാൽ പോരായിരുന്നു. വ്ളോഗർ മിസ്റ്റർ ജയറാം പിള്ള. ട്രാവൽ വിത്ത് ജെ അറിയില്ലേ? ആ ആ ആ തള്ളിക്കിടക്കുന്ന വണ്ടിയാ നമ്മുടെ. നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് തിരികെ ജർമ്മനിക്ക് പോവാണ്. ഇപ്പം സമയം 5:30 മണി. ഇത് ഓൺ ദ വേ ടു കോൺസ്റ്റാൻസ. ഇവിടെ കണ്ടോ ഒരു സംഭവം എന്തുണ്ട്, ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് ഇവിടെ. പിന്നെ ദൂരെ എന്തോ ഒരു ഫാക്ടറി. എവിടെ? ഈ സ്ഥലത്തിന്റെ പേരെന്നാണ്? പോകുന്ന വഴി ഉസ്ലിംഗൻബുക്ക്. റെക്കോർഡിംഗ് ആണോ? നോക്കിയേ. ബ്ലിങ്കിങ്ങാ. ശരി, ഒത്തിരി തല ഇത് നിന്റെ ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അതൊക്കെ മൂവ് ചെയ്യാവോ? നീ ഒരു ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുക. അപ്പം ഈ കാണുന്നതൊക്കെ ആപ്പിൾ. ഇത് ഗ്രേപ്സാ. ഇതെല്ലാം ഗ്രേപ്സാ അല്ലേ?
ആപ്പിളിന്റെ ഒക്കെ ടൈം കഴിഞ്ഞത്. ആപ്പിളിന്റെ ടൈം കഴിഞ്ഞു. ആപ്പിൾ ഉണ്ടായിരുന്നു അവിടെ, ചപ്പിനോട്. ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കി, എത്ര രസമാണ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്നിട്ടില്ല അല്ലേ? ഉണ്ടോ? ഇല്ല. എനിക്ക് ഇവരുടെ ഈ വീടിന്റെ സൈഡിലത്തെ പൂ വെക്കുന്നത് ഓ എന്താ രസമല്ലേ, പിന്നെ ഭംഗി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നോ ബ്ലാക്ക് ഫോറസ്റ്റിൽ പോയായിരുന്നോ? പോയായിരുന്നു. അവിടെ കാണാൻ നല്ല രസമാണ്. ആ ക്ലോക്ക് ഒക്കെ ഉള്ളിടത്ത് പോയായിരുന്നു അല്ലേ? യെസ്. എന്തോ ഒരു ലേക്കൊക്കെ. കുമാമി വൈൻകാട്ടനിലോട്ട് ആദ്യമായിട്ടല്ലേ ആണെന്ന് തോന്നുന്നത്. നിന്റെ താമസിക്കുന്നിടത്ത് അല്ല, വൈൻകാട്ടൻ. എന്താ രസമല്ലേ ഇത്. ഇതാ ഹൈവേ അല്ലല്ലോ, ഉള്ളിക്കൂടെ ഉള്ള വഴിയല്ലേ. ഇപ്പൊ നമ്മള് കേറും പക്ഷെ ഹൗപ്പ് സ്ട്രാസയില് കണ്ടോ, 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷെ ഭംഗി എന്ന് പറയുന്നത് സംഭവം മെയിൻ സ്ട്രീറ്റ് ഓഫ് ബാനോഫ് പോലെ. ഹൗപ്പ് ബാനോഫ് പോലെ. വാവ്, ഭംഗി എന്നൊക്കെ പറഞ്ഞാ ഉണ്ടല്ലോ, ഭംഗി എന്ന് പറയുന്ന അവസാന വാക്ക്, അത്ര ഭംഗി. ഇവിടെ 50 ഒരു ക്യാമറാമാൻ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, ഈ റോഡിൽ കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ നോക്ക്, നല്ലൊരു ഇറക്കം. ഇറങ്ങി അങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് അതിമനോഹരമായ പൂന്തോട്ടം കിടക്കുന്ന പോലെ കിടക്കുന്നു. നോക്കി, ഒരു രാജ്യം മുഴുവൻ പൂന്തോട്ടം. സ്വിറ്റ്സർലൻഡ് അങ്ങനെ. നമ്മളിപ്പോഴും സ്വിറ്റ്സർലൻഡിലാണ്. നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജർമ്മനി കയറി. നോർമലി ചെക്കിംഗ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ വാരി വലിച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ബോർഡൻസി ഉണ്ടോ? ബോർഡൻസ്. അത് ശരി. ആ, പക്ഷെ ഇവിടെ ഭയങ്കര ചെക്കിങ്ങാണ്. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങി. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് റാവൻസ്ബർഗിലോട്ട് പോകുന്നു. ഇനിയുള്ള പുതിയ നമ്മുടെ ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.